ബഹുമാനികളായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മഹാനായ മർഹൂം മോയിൻകുട്ടി വൈദ്യർ രചിച്ച ബദർ കിസ്സപ്പാട്ടിലെ വളരെയേറെ പ്രാധാന്യമേറിയ 2-3 സംഭവങ്ങൾ അടങ്ങിയൊരു പാട്ടുണ്ട്. അതിൽ നിന്നും അല്പം പാടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ നാഥൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ചേർത്തിട്ടരികറുകൾ ബിന ചെയ്യും ശരീദാന് ചേടാ കുഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിത മത് ചെവിപ്പെടയും കണ്ടിടെ കുറെ ഫൗസുകൾ വരെ കൊടിയും കണ്ടവർകളിൽ അവർ പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ ചെമ്മേ ഓരോ ദൂര അതിലുണ്ടേ. ബദർ യുദ്ധക്കളത്തിൽ അതിഗംഭീരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധം നടക്കുമ്പോൾ മുസ്ലിമുകൾ 950ഓളം ആളുകളുണ്ടെങ്കിലും മുസ്ലിങ്ങൾ വെറും 300-ൽ പരം ആളുകൾ മാത്രമാണുള്ളത്. എങ്കിലും ശത്രുക്കൾ ഭയത്തിന്റെ മുഖത്താണ്. അവർ യുദ്ധക്കളത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലുമാണ്. ഈ സമയത്താണ് ശക്തമായ ശബ്ദകോലാഹലങ്ങളും ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടും കൂടി ഒരു വലിയ പട്ടാളക്കൂട്ടം ബദറിലേക്ക് കടന്നു വന്നത്. ആരെ സഹായിക്കാനാണ് അവർ വരുന്നതെന്ന് എല്ലാവരും ജിജ്ഞാസയോട് കൂടി നോക്കി നിന്നു. മുസ്ലിങ്ങളെയാണോ അതോ മുസ്ലിങ്ങളെയാണോ? എന്നാൽ അവർ വന്നത് ആരാണെന്നറിയാമോ? അതെ, ആരാണ്? ആ തേർന്നീങ്കാടുത്തപ്പോൾ ശുജാഅത്ത് മശൂഖൂറം ധീരൻ സൂറാഖത്ത് ബിനു മാലികാം അവൻ താൻ തിരുടനം ജഹലുടെ കരമ പിടിത്ത് കിരിമുഖനോട് കരിമുഖലൊത്ത് പൊരുതരിൽ ഹർബിനു ദിനവുമബത്ത് ചേനേ കാനിന്തത് പടി തോന്നുന്നേ ചേനേ കാനിന്തത് പടി തോന്നുന്നേ. ആ വെളിവാക്കപ്പെട്ട ബദറുദ്ധക്കളത്തിലേക്ക് ആ ധീരശൂര പരാക്രമി കടന്നു വന്നപ്പോ ആളുകൾ അന്തം വിട്ട് അന്താളിച്ച് അത്ഭുതപ്പെട്ടു പോയി. കാരണം ആരാണ് ഈ വന്നിരിക്കുന്നത്? ധീരനായ സുറാഖത്ത് ബിൻ മാലിക്. അറേബ്യയിലെ ഏതൊരു സംഘടനത്തിലും അദ്ദേഹത്തിന്റെ സൈന്യത്തിനുമാണ് വിജയം ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ആരെ സഹായിക്കാനാണ് അവർ വരുന്നതെന്ന് എല്ലാവരും ജിജ്ഞാസയോട് കൂടി നോക്കി നിന്നു. മുസ്ലിങ്ങളെയാണോ അതോ മുശ്രിക്കീങ്ങളെയാണോ? എന്നാൽ അയാൾ വന്ന് കൈ കൊടുത്തതാകട്ടെ തിരുടനാം ജഹലുടെ കരമ പിടിത്ത് അബൂജഹലിന് കൈ കൊടുത്തു. എന്നിട്ട് സഹായ വാഗ്ദാനം നൽകി. എന്നിട്ട് പറയുകയാണ്, അബുൽ ഹക്കമേ, അത്ഭുതമായിരിക്കുന്നല്ലോ, 950ഓളം ആളുകൾ വരുന്ന സർവായുധ വിഭൂഷിതരായ നിന്റെ ഈ സൈന്യം ഈ യുദ്ധകളത്തിൽ പരാജയത്തിന്റെ വക്കീൽ. എന്നാൽ മുഹമ്മദിന്റെ സൈന്യമാകട്ടെ കുറയിസലാസമിഅത്തിനകത്ത് മറുവലറുള്ളുമെ പരികളലാത്ത് പറവതനില്ലവേ അവരിൽ മടുത്ത് കോടുൽ അപമാന ചുരുതി പോമോ കോടുൽ അപമാന ചുരുതി പോമോ. എന്നാൽ മുഹമ്മദിന്റെ സൈന്യമാകട്ടെ വെറും 300-ൽ പരം ആളുകൾ മാത്രമാണുള്ളത്. ആയുധങ്ങളും കുറവാണ്. എന്നിട്ടും ആ സംഘത്തോട് പരാജയപ്പെടുക എന്ന് വെച്ചാൽ അബുൽ ഹക്കമേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഈ യുദ്ധത്തിൽ വിജയിക്കണം. മുഹമ്മദിനെ നീ പരാജയപ്പെടുത്തണം. മുസ്ലിങ്ങൾ ഇവിടെ പരാജയപ്പെടണം. അതിലൊറ്റ കാര്യം മാത്രമേ എനിക്ക് എന്നോട് അവകാശപ്പെടാനുള്ളൂ. നീ മുസ്ലിങ്ങളോട് എതിരിടുമ്പോൾ മുഹമ്മദിനെ ജീവനോടെ കിണയിൽപ്പെടുത്തി എനിക്ക് നീ തരണം. സമ്മതിച്ച അബുൽ ഹക്കം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ സുറാഖത്തും അവന്റെ പടിയാളുകളുമാണ് എന്നെ സഹായിക്കാൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ആരാണ് ഈ സുറാഖത്ത്? ഈ വന്നിരിക്കുന്ന സുറാഖത്ത് യഥാർത്ഥ സുറാഖത്ത് തന്നെയാണോ? അല്ല. വൈദ്യര് പറയുന്നു, ആയേ സുറാഖത്തൻ ഡവനാമേ ഇബ്ലീസ് ആകെ ഫൗസും പിൻ ശയാതീകളാം ജഹിലിൽ അകമതിയില ഇരുവരും കൈകോർത്ത് അഹദ് ചെയ്തണിയുടെ നട മത്ത് ജിഗബോട് പടവൊളി പറയുവർ ചേർത്ത് ആശാപീരീശത്തിൽ നടക്കും നേരം ആശാപീരീശത്തിൽ നടക്കും നേരം. ആയി സുറാഖത്തണ്ടവനാമേ ഇബ്ലീസ്
ഈ വന്നിരിക്കുന്ന സുറാഖത്ത് യഥാർത്ഥ സുറാഖത്തല്ല, അവനാമെ ഇബ്ലീസ്, അത് ഇബ്ലീസ് ആകുന്നു. ആകെ ഫൗസും ബിൻ ശയാത്തീങ്ങളാം, അവന്റെ പിറകുള്ള പട്ടാളക്കാരെല്ലാം ശയാത്തീങ്ങളാണ്. അതെ, ഇബ്ലീസും അവന്റെ പടിയാളുകളുമാണ് അല്ലാഹുവിന്റെ റസൂലിനെതിരെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമയത്ത് ഒരു കൊച്ചു ഹൈമകത്താണ്. അവിടുന്ന് ആ വാതിൽ നിന്ന് വന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. എന്താണ് ആ കാഴ്ച? തനിയവനിൽ സുജുദാലെ കിടക്കെ അനിതമിതു അവിടുകാതെ ഇരിക്കെ ഉനവൊരു ഇസ്മുൽ അലീമതുരക്കെ താനേ യാ ഹയ്യോ യാ ഖയ്യൂമെണ്ടാനേ താനേ യാ ഹയ്യോ യാ ഖയ്യൂമെണ്ടാനേ ഖൈമാപ്യബാദിൽ ബന്ദ് നാശക്കദാഹദാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹൈമയുടെ വാതിൽക്കൽ വന്ന് നിന്നുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അല്ലാഹുവിന്റെ ഹബീബിനെതിരെ, നമ്മുടെ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വന്നിരിക്കുന്നത് ഇബ്ലീസും അവന്റെ പടിയാളുകളുമാണ്. സുബ്ഹാനല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? നബികളിൽ അതിപതിപരന സുജൂദിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ സുജൂദിലേക്ക് വീഴുകയാണ്. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനമായ ഒരു ഇസ്മ ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന അലിയാർ തങ്ങള് യുദ്ധക്കളത്തിൽ നിന്ന് വന്നിട്ട് ഈ കാഴ്ച പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ എങ്ങനെ ചെന്നപ്പോ ബഹുമാന്യരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്ക് വീണ് കിടന്നുകൊണ്ട് എന്തോ ഒരു ദുആ ചെയ്യുകയാണ്, വളരെ പ്രാധാന്യമേറിയ ഒരു ദുആ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു തുടരുകയാണ്. തനിയവനിൽ സുജുദാലെ കിടക്കൈ അനിതമിതു അവിടുകാതെ ഇരക്കൈ ഉനവൊരു ഇസ്മുൽ അലീമതുരക്കെ താനേ യാ ഹയ്യോ യാ ഖയ്യൂമെണ്ടാനേ താനേ യാ ഹയ്യോ യാ ഖയ്യൂമെണ്ടാനേ. ഏകനായ റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ വീണ് കിടക്കുന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ദുആ ചെയ്തതെന്ന് അറിയാമോ? വളരെ പ്രാധാന്യമേറിയ ആ വളരെ മഹത്വമേറിയ ആ ഇസ്മി ഏതാണെന്ന് അറിയാമോ? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അങ്ങനെ ഒരു വിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബദറിലേക്ക് വരുന്നതിനു മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത കരാർ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നത്. അവിടെ ഒരു ഘോരമായ യുദ്ധം നടക്കുകയാണ്. ബദറിൽ വളരെ ശക്തമായ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ചെയ്ത കരാർ പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയാണ്. അവിടുന്ന് തന്റെ മലക്കുകളെ വിളിക്കുകയാണ്. എന്നിട്ട് ബദറിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവിടെയുള്ള മുസ്ലിങ്ങളെ സഹായിക്കാൻ കൽപ്പിക്കുകയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയും ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിനെയും മീകായിൽ അലൈഹി ഇസ്ലാമിനെയും വിളിച്ചുകൊണ്ട് 1000 പേരടങ്ങുന്ന 3 സംഘങ്ങളായിട്ട് നിങ്ങൾ ബദറിലേക്ക് ചെല്ലുക, എന്റെ പ്രിയപ്പെട്ട ദൂതനെ നിങ്ങൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ പറയുകയാണ്, അല്ലാഹുവേ, ഞങ്ങൾക്ക് യുദ്ധം എന്താണെന്ന് അറിയില്ലല്ലോ, ഞങ്ങൾ യുദ്ധം എന്താണെന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് യുദ്ധം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകൾ അതിവേഗം അത് പഠിച്ചെടുക്കുകയും ചെയ്തു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ബദറിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വളരെ ഘോരമായ യുദ്ധം നടത്തുകയാണ്. ബദറിന്റെ രണാങ്കണങ്ങളെ ചെഞ്ചോര കൊണ്ട് ചെഞ്ചായ്മണിപ്പിക്കുകയാണ്. ശേഷം മുസ്ലിങ്ങൾക്ക് വളരെ പ്രാധാന്യപ്പെട്ട ഒരു വിജയം അവിടെ സമ്മാനിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പാടിപ്പറയിൽ ഇവിടെ വിരാമം കുറിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Judges, please not call the scene on the stage. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh.